രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. പ്രധാന പദവിയിൽ നിന്ന് തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയെന്നാണ് നേതാക്കളുടെ വാദം. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിന് കൂട്ടുനിൽക്കില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല. അതിന് മാതൃകാപരമായ നടപടികളുമായും തീർച്ചയായിട്ടും പോകും. അതിന് തയ്യാറാണ്. എന്നെക്കുറിച്ച് അന്വേഷിക്കൂ, ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണ വിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ. അന്വേഷിക്കട്ടെ, നിയമപരമായി അന്വേഷിക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ. ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് ശരിയല്ലല്ലോ. നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ്. പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം, അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ അതൊരു പരിധി വെച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക, അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക. അത്തരത്തിൽ ഞങ്ങളെങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പരാതികൾ പരിശോധിക്കാൻ അന്വേഷണ സമിതിയെ കോൺഗ്രസ് നിയോഗിക്കും. രാഹുൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയും തുടങ്ങി. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം.കെ. രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചു. ആർ. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുന്ന കാര്യമാണ് KPCC നേതൃത്വം പരിഗണിക്കുന്നത്. കാരണം പുതിയ കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിന് കഴിയില്ല എന്ന കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന കാര്യം പാർട്ടി പരിശോധിക്കും. അതിന്മേൽ ഉചിതമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. AICCയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഈ നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വൈകാതെ തന്നെ ആ തീരുമാനം ഔദ്യോഗികമായി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ പ്രസിഡന്റ് ആരാണെന്ന ചർച്ച കോൺഗ്രസിനകത്ത് സജീവമാവുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തങ്ങളുടെ താല്പര്യമുള്ള പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. M.K. രാഘവൻ നിർദ്ദേശിക്കുന്നത് KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായ KM അഭിജിത്തിന്റെ പേരാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെ പേരാണ് രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്നത്. K.C. വേണുഗോപാലാകട്ടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനു ചുള്ളിലിന്റെ പേരും നിർദ്ദേശിക്കുന്നു. ഈ 3 പേരുകൾക്കൊപ്പം OK ജിനീഷിന്റെ പേരും ഈ സാമുദായിക സമ്മേളനം കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.